നിന്നെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടില്ലടാ. വൈന ഇന്നലെ എന്തായിരുന്നു നിന്റെ ഡയലോഗ്? എന്നിട്ട് ഇപ്പൊ എന്തായി? എന്താവാൻ, നീ എല്ലാം അറിയുന്നുവല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ എന്തായിരുന്നു നിന്റെ ഇന്നലത്തെ ഷോന്ന്. എന്നാ ഞാൻ സത്യം പറയട്ടെ, പറ. എനിക്കൊന്നും ഓർമ്മയില്ല. ഇല്ലേ? ഇല്ല. എന്നാ ഞാൻ ഓർമ്മിപ്പിച്ചരാ. വേണമെന്നില്ല, എനിക്ക് ചെറിയ ഓർമ്മയൊക്കെ ഉണ്ട്. ഒയ്യോടാ, എനിക്ക് വേണം. എന്നാ വേഗം പറ, എന്നിട്ട് പോ. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞില്ലേ ഗോവയിൽ ഞങ്ങളുടെ സ്റ്റേഡിയത്തിൽ വന്ന് നിങ്ങക്ക് ജയിക്കാൻ പറ്റില്ലാന്ന്. പറഞ്ഞു. ഇന്നലത്തെ കളി കഴിഞ്ഞാലും നിങ്ങക്ക് 21 പോയിന്റ് തന്നെ ആയിരിക്കും ഞാൻ പറഞ്ഞല്ലോ. അതും പറഞ്ഞു. നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടിയ പഴയ ചരിത്രം നോക്കിയിട്ടും ഒരു കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞടേ. ഇനി പറ, ഈ ഫ്രാൻസിസ് പറഞ്ഞൊക്കെ സത്യമായില്ലേ? അതാണ് ഗോവ ആണല്ലേ. ഇന്നലത്തെ ജയത്തോടെ ടേബിളിൽ 3rd പൊസിഷനും ക്വാളിഫൈഡുമായി ഈ FC ഗോവ. ഇപ്പൊ 4 ടീം ക്വാളിഫൈഡ് ആയി. ഒഡീഷ, മോഹൻ ബഗാൻ, ഗോവ, മുംബൈ സിറ്റി. ഈ 4 ടീമിൽ 2 ടീമും ഈ ഫ്രാൻസിസ് സപ്പോർട്ട് ചെയ്യുന്ന ടീമുകൾ. ഞങ്ങൾ ഇങ്ങനെയുള്ള കളിയൊക്കെ ജയിച്ച് ആ 2 സ്ലോട്ടിൽ ഒരെണ്ണത്തിൽ കയറി ടോപ്പ് 6 ഫിനിഷ് ചെയ്യും. നോക്കിക്കോ. പക്ഷെ ഇനി ജംഷഡ്പൂര്, പഞ്ചാബ്, നോർത്ത് ഈസ്റ്റ് ഇവരൊക്കെ നിനക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവും. അതൊരു ചെറിയ പണിയാണ്. പക്ഷെ ഇങ്ങനെയുള്ള എല്ലാ കളിയും ജയിച്ചു കഴിഞ്ഞാൽ അതൊരു ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഇന്നലെ കളി ജയിക്കണമായിരുന്നു. വല്ലാണ്ട് ചിരിക്കണ്ട. ഇന്നലെ 2-1 നിങ്ങൾ ജയിച്ചുള്ളൂ. പിന്നെ എത്രക്ക് ജയിക്കണം? നിങ്ങളുടെ സ്റ്റേഡിയത്തിൽ വന്ന് കളി തുടങ്ങി 2 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഗോൾ വല കുലിക്കെങ്കിൽ ബംഗളൂരിന്റെ റേഞ്ച് ഊഹിക്കാൻ പറ്റണ്ടോ? അതെങ്ങനെ? 22-ാം മിനിറ്റിൽ നിങ്ങൾ ഗോൾ മടക്കിയത് വരെ നിങ്ങൾ പേടിച്ചില്ലേ ഞങ്ങൾ ജയിക്കുന്നത്? ഞങ്ങൾ പേടിച്ചു മരിച്ചു. അതാണ്. ഇന്ന് പോയടാ അവന്റെ ഒരു ആദ്യ ഗോള്. നിങ്ങൾ ഇന്നലെ ജയിച്ചതിന്റെ പ്രധാന കാര്യം എന്താണെന്നറിയോ? ഇല്ല, അറിയില്ല. നീ തന്നെ പറഞ്ഞാലും. പറയാം. 47-ാം മിനിറ്റിൽ ഞങ്ങളുടെ സുരേഷ് സിംഗിനും റെഡ് കാർഡ് കിട്ടി പുറത്തു പോയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇന്നലെ കളി ജയിച്ചത്. കളി തോറ്റു കഴിഞ്ഞപ്പോ ഇനി അങ്ങനെ പറ. പിന്നെ 1-1 സമനില നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഒരു പ്ലെയർ റെഡ് കാർഡ് കിട്ടി പുറത്തു പോകുന്നു. നിങ്ങൾക്ക് 11 പേരും ഞങ്ങൾക്ക് 10 പേരും വെച്ച് കളിച്ച് എങ്ങനെ തുല്യരാവാ? എന്നിട്ട് 34 മിനിറ്റ് വേണ്ടി വന്നു നിങ്ങൾക്ക് ഒരു ഗോൾ കണ്ടെത്താൻ. അത് ശരി. ഇനി പറ, ആരാ സൂപ്പർ? 10 പേരായിട്ട് പൊരുതിയ ഞങ്ങളല്ലേ സൂപ്പർ. സമ്മതിച്ചു, നിങ്ങൾ സൂപ്പർ തന്നെ. അതാണ്. അല്ല, ഇന്ന് ആരുടെ കളി? ഇന്ന് കളിയില്ല. എന്നാ നാളെ ആരുടെ കളി? നാളെയും കളിയില്ല. അടുത്ത കളി ആരുടെ? അടുത്ത കളി ഞങ്ങളുടെ തന്നെയാ, ഒഡീഷയായിട്ട്. അതെങ്ങനെ? ഇന്നലെ നിങ്ങളുടെ കളിയായിരുന്നില്ലേ? ഞാൻ അടുത്ത കളി നിങ്ങളുടെ തന്നെ എങ്ങനെയാ? ഇന്നൊന്നല്ല, മാർച്ച് 30-നാ. മാർച്ച് 30-നോ? അല്ല, അപ്പൊ അത്ര നാള് നമ്മൾ എന്ത്? കുറച്ച് നാള് ബിഗ് ബോസ് റോസ്റ്റ് ഒക്കെ നടക്ക്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, കമന്റ് ബോക്സിൽ താഴെയുണ്ട്. അപ്പൊ അത് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കോ? അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞ അവന്റെ വരവല്ലേ. ആരുടെ? IPL. ഇത് കലക്കും. പിന്നല്ല.